അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ, ഇന്ന് നോമ്പറക്കലിൽ ഞാൻ നല്ലൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി. ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്നൊന്നും കരുതിയില്ല കേട്ടോ. എൻ്റെ മനസ്സ് തോന്നിയ മാതിരി അങ്ങോട്ട് ഉണ്ടാക്കിയതാണ്. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിൽക്കൊരു 10 ചുള ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തു. പിന്നെ ഒരു 6 അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ 2 ചെറുപഴം മൗസൂരിപ്പഴം കേട്ടോ. പിന്നെ ഒരു നുള്ള് പഞ്ചസാര മതി, ഈത്തപ്പഴം മധുരമാണല്ലോ. എന്നിട്ട് പിന്നെ അതായിക്ക് ഒരു പാക്കറ്റ് പാലങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോ ഒന്നൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. ഈത്തപ്പഴത്തിൻ്റെ തോലൊക്കെ അരഞ്ഞ് കിട്ടാൻ കുറച്ച് ഇടങ്ങറാണ് മക്കളെ. എന്നിട്ട് അത് അരിപ്പേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ ഇതുമ്മണ്ട് നിന്നോട്ടെ. എന്നിട്ട് ഈ ഒരു പരുവത്തിലാക്കി ഇതൊന്നും അങ്ങോട്ട് ഫ്രിഡ്ജിൽ കയറ്റട്ടെ. ബാങ്ക് കൊടുക്കുമ്പോൾ നല്ലോന്ന് തണുത്തോട്ടെ. പിന്നെ ചായക്കടി നമ്മൾ ഉഴുന്ന് ദോശയുണ്ടോ ഇത് എന്ന് പറഞ്ഞാൽ ഷാലുവിനും മോനുവിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലേസം അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ മേലാക്കണേക്കാട്ടും നല്ലത് നെയ്യാണ് കേട്ടോ നല്ലത്. അങ്ങനെ അപ്പം ചുടൽ കഴിഞ്ഞു. ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ പാർന്ന് വെക്കുകയാണ്. ചൂട് ചായ കുടിച്ചാൽ ഭയങ്കര ടേസ്റ്റാണല്ലോ. അതിൻ്റെ ശേഷത്തെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചോറ്റിക്കുള്ള കൂട്ടാൻ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ലേസം കടുകും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ഇടിച്ചക്കയാണ് പേരിക്ക് കിട്ടിക്കണത്. ഇടിച്ചക്ക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇക്കുറി 2ാമത്തെ ഇടിച്ചക്കയാണ് കിട്ടണത്. പിന്നെ ചോറ്റക്ക് കറിയായിട്ട് ഉണ്ടാക്കണ ഒരു 3-4 തക്കാളി എടുത്തുകൊണ്ട് ചമ്മന്തി അങ്ങോട്ട് ഉണ്ടാക്കി. അങ്ങനെ പെലച്ചക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട പൊരിച്ച അങ്ങനെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ബാങ്ക് കൊടുക്കാൻ ഒരു 4 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ജ്യൂസൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് ക്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുക. എല്ലാവരും ഇവിടെ വരിവരിയേനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു ജ്യൂസാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കുക. പിന്നെ എണ്ണക്കടി 4 സമൂസ വാങ്ങിയിട്ടുണ്ട്. ലേസം ചിക്കൻ പൊക്കുവടയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എണ്ണക്കടിയൊന്നും വല്ലാതെ നമ്മളെ പള്ളയിൽ ചെല്ലുന്നത് നല്ലതല്ലേ. എപ്പോഴെങ്കിലും ഒക്കെ ഒരു എണ്ണക്കടി വാങ്ങാണ്ട് ആളമട്ടം ഓരോന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോന്നല്ലേ തിന്നുള്ളൂ. പള്ള നിറച്ച് തിന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ തടിക്ക് കേടാണ്. പിന്നെ തലേസം ഇടിച്ചക്കയും കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഷാലും മോനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തറാവിസ്കാരം കഴിഞ്ഞിട്ട് ചായ കുടിക്കുകയാണോ. ദോശയും നല്ല അടിപൊളി ചട്നിയും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്.